ഞാൻ രാത്രി തിരുവനന്തപുരം തിരിച്ചിപ്പോൾ ഇവിടെ എത്തിയതാണ്. ശരിക്കും എനിക്ക് യാത്ര ചെയ്യാവുന്ന സമയമല്ല. എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ റെസ്റ്റിലാണ്. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. രാത്രി തിരിച്ചിപ്പോൾ എത്തി ഇവിടെ. വലിയ നഷ്ടമാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച വ്യക്തിപരമായിട്ടും. ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. ഒരു ജയനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ, എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ജയൻ. അതാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ 58 വർഷത്തിൽ ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു പരുഷവാക്ക് പറയുകയോ അങ്ങോട്ടേക്കും പിണങ്ങുകയോ ചെയ്തിട്ടില്ല. അത് ശരിക്കും എൻ്റെ അനിയനായിരുന്നു. എന്നേക്കാൾ 4 വയസ്സിന് ഇളയതാണ് ജയൻ. എനിക്ക് 84 ജയൻ 80 ആയുള്ളൂ. എന്ത് പറയാനാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച്? അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളെക്കുറിച്ചോ ഒന്ന് സംസാരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ. പ്രത്യേകിച്ച് ഡെഡ് ബോഡി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഒരു വലിയ ചരിത്രം അവസാനിക്കുകയാണ്. കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു, വളരെ വ്യത്യസ്തമായിരുന്നു. ചില പാട്ടുകൾ ജയൻ തന്നെ പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് ദക്ഷിണാമൂർത്തി സ്വാമിയോടും അർജുന മാസ്റ്ററോടും അവർ രണ്ടുപേരോടുമാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സംഗീത സംവിധാനം അവരായിരുന്നു. അപ്പോൾ ചില പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും, സ്വാമി ഈ പാട്ട് ജയൻ പാടണം. അങ്ങനെ ബന്ധമായിരുന്നു നമ്മൾ. അതുപോലെ ജയൻ ചില പാട്ടുകൾ അതെന്താ തമ്പി ആ പാട്ട് എനിക്ക് തരാത്തത് ചോദിക്കും. എൻ്റെക്കാൾ ഇളയതാണ് എൻ്റെ തമ്പി എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ചില പാട്ടുകൾ ഓർമ്മിച്ചെടുക്കാൻ ഇപ്പോൾ ജയചന്ദ്രൻ അങ്ങനെ വലിയ ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അതിമനോഹരമായി പാടുമായിരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ സന്ധിക്കുന്നൊരു സിന്ദൂരം, എൻ്റെ പാട്ടുകളാണ് പറയുന്നത്. സന്ധിക്കുന്നൊരു സിന്ദൂരം, ചന്ദ്രിക്കുന്നൊരു വൈഡൂര്യം, കാട്ടാറിനെന്തൊരു പാദസരം, എൻ കൺമണിക്കെന്തൊരു ആഭരണം, സ്വാതി തിരുനാടൻ കാമിനി, സപ്തസ്വര സുധാവാഹിനി, അത് മരുഭൂമിയിൽ മലർ വിരിയുകയോ, എൻ മനസ്സിൽ സ്വപ്നം വിടരുകയോ, ആ പാട്ടാണ് ജയൻ പാടിയ എൻ്റെ ആദ്യത്തെ പാട്ട്. 1968 ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിൽ. അതാണ് എൻ്റെ രചനയിൽ ജയചന്ദ്രൻ പാടിയ ആദ്യത്തെ പാട്ട്. അതാണ് സ്വാമിയുടെ മ്യൂസിക്. പിന്നെ റെസ്റ്റ് ഹൗസ് എന്നുള്ള പടത്തിൽ യമനെ യമനെ ഏതുപോലെ നീലപ്പീലി തിരുമുടി അവിടെ എസ്ജാനിയായിട്ട് ചേർന്ന ഡിബറ്റ്, അത് കാപ്പി രാഗത്തിൽ അതിമനോഹരമായിട്ട് അർജുനൻ ഈണം പകർന്ന പാട്ടാണ്. അത് അതിമനോഹരമായിട്ട് ജയൻ പാടിയിട്ടുണ്ട്. അത് പലപ്പോഴും സ്റ്റേജിൽ മറ്റാരെങ്കിലും പാടിയാൽ ഞാൻ പറയും നിങ്ങൾ പാടി ശരിയായില്ല, ജയൻ പാടേണ്ട 7 അയലത്തോലും വന്നില്ലെന്ന് ഞാൻ പറയുന്നു. അതുപോലെ ജയൻ ഞാനും അർജുനും കൊണ്ടുള്ള ആദ്യത്തെ ഹിറ്റ്, സൂപ്പർ ഹിറ്റാണ് നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത പടത്തിൽ രാജീവ് നയനെ നീ ഉറങ്ങൂ, രാഘവിലെ നീ ഉറങ്ങൂ എന്ന പാട്ട്. അതുപോലെ ഞാനും ദേവരാജ മാഷും കൂടി ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. മലയാള ഭാഷ മാതകഭംഗി നിൻ മലർമന്ദഹാസ വിരിയുന്നു എന്ന പാട്ട്, ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന പാട്ട്, ഉത്സവ കൊടിയേറ്റക്കേളി എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ എന്ന പാട്ട്, ചഞ്ചലമിഴിയൊരു കവിത, അതിൽ അഞ്ജനം അലങ്കാരമായി എന്നുള്ള പാട്ട്. അങ്ങനെ എണ്ണയെ തീരാത്ത പാട്ടുകൾ, 220 പാട്ടുകൾ ഞാൻ എഴുതി 220 പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. അതിൽ പകുതിയിലധികം ഏതാണ്ട് 3/4 പങ്ക് സൂപ്പർ ഹിറ്റുകളാണ്. ജയചന്ദ്രൻ ഹിറ്റ് മേക്കറാണ്. ജയചന്ദ്രൻ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കുറവാണ്. അതെന്തോ നമ്മുടെ ശ്രോതാക്കൾക്ക് ജയനുമായിട്ടൊരു മാനസികമായി വലിയ അടുപ്പമുണ്ടായിരുന്നു. ജയൻ പാടുന്ന പാട്ടുകൾ ഹിറ്റാകുമായിരുന്നു. അത്ര ആത്മാർത്ഥമാണ് ജയൻ പാടുന്നത്. ജയൻ്റെ സ്വഭാവത്തിന് സവിശേഷത ഇന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു
ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് തന്നെക്കുറിച്ച് പറയുകയില്ല. ഇപ്പോൾ ജയചന്ദ്രന് ഒരു പ്രത്യേക രാഗത്തിൽ പാടി മോഹനത്തിൽ ജയം പാടിയ പിന്നെ മല്ലികപ്പൂവിൻ മധുരഗന്ധം എന്ന പാട്ട് പറഞ്ഞ ഉടനെ ആ മോഹനത്തിൽ യേശുദാസ് പാടിയ സ്വർഗപുത്രി നവരാത്രി ഗംഭീരമല്ലേ. അതായത് അപ്പോൾ അതേ രാഗത്തുള്ള മറ്റൊരു ഗായകൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുകയും ആ പാട്ട് പാടുകയും, അത് ജയചന്ദ്രനെ സ്നേഹിച്ച സംഗീതത്തെയാണ്, സ്വന്തം പാട്ടുകളെയല്ല. അതുപോലെ ഹിന്ദിയിൽ ആദ്യകാല ഗായകർ പങ്കജ് മല്ലിക്, നമ്മുടെ സായിഗാൾ കാലഘട്ടം മുതൽ റഫി, മഹേന്ദ്ര കപൂർ, കിഷോർ കുമാർ, ഇവരുടെ മുഴുവൻ പാട്ടുകൾ കാണാപ്പാടമാണ്. നമ്മളൊരു മഹേന്ദ്ര കപൂറും റഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പാട്ട് പാടിയിട്ട് ആ വ്യത്യാസം പറഞ്ഞു തരും. അതുപോലെ തമിഴ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെയും പി വി ശ്രീനിവാസൻ്റെയും ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ്, പാട്ടുകൾ തമ്മിൽ വ്യത്യാസം എന്താണ്, ടി എം സൗന്ദരരാജൻ്റെ പാട്ട് എന്താണ്. ജയൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഗായിക പി സുശീലയാണ്. അപ്പോൾ ലതാ മങ്കേഷ്കറിനെ കുറിച്ച് പറയാം, ലതാ മങ്കേഷ്കർ വലിയ പാട്ടുകാരാണ്, തീർച്ചയായിട്ടും വലിയ പാട്ടുകാരാണ്. പക്ഷേ സുശീലാമ്മ, എനിക്ക് സുശീലാമ്മ ആണ് ഇഷ്ടം എന്ന് പറയും. അത് പറയാൻ ഒരു മടിയില്ല. അതുപോലെ ഈ ജാനകിയമ്മ, വാണിജ്യറാം, എല്ലാവരുടെ കൂടെയും മികച്ച ഡുവറ്റുകൾ ജയൻ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബന്ധം ഒരു രണ്ട് സിനിമാക്കാർ തമ്മിലുള്ള ബന്ധമല്ല, രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അത് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിത പശ്ചാത്തലം ഏറെക്കുറെ ഒന്നാണ്. കാരണം വലിയ ജന്മിത്തറവാട് തകർന്ന വലിയ ജന്മിത്തറവാട്ട് ജനിച്ചവർ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ ചില ദോഷങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവവും പെട്ടെന്ന് മുൻകോപം വരുന്ന സ്വഭാവവും അതിൽ നിന്ന് കിട്ടിയതാണ്, ഞങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ മാറ്റി മര്യാദക്കാരനാണെന്ന് വിചാരിക്കാമെന്ന് പറയും. എന്തിനാ തമ്പി, അത് തമ്പിയുടെ ഐഡൻറ്റിറ്റിയാണ്, ഒന്നും മാറ്റണ്ടെന്ന് പറയും ജയൻ. അതാണ് ജയചന്ദ്രൻ്റെ സ്വഭാവം. ഏതായാലും വലിയ പിന്നെ ഒരു ആശ്വാസം എന്താണ്, എനിക്ക് ഒരു സ്ട്രോക്ക് വന്നിട്ടിരിക്കുകയാണ്, ഹൃദയത്തിനും പ്രശ്നമുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഞങ്ങൾ ഒന്നുചേരും. അതുകൊണ്ട് വളരെ കൂടുതൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി വിൽ ബി ദെയർ.